നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബേബി ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആവശ്യമായ ഒരു തുണി 4 ഇതായി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 4 ഇതായി മടക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഇറക്കമാണ് നമ്മൾ എടുക്കുന്നത്. എത്ര ഇറക്കം വേണ്ടത് വെച്ചാൽ എടുക്കുക. അതിനനുസരിച്ച് 9 ഇഞ്ച് ഇറക്കത്തിലാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇറക്കം 9 ഇഞ്ച് വെച്ച് കട്ട് ചെയ്യേണ്ട മുകൾ ഭാഗത്തെ പീസാണ്. നെക്കിൻ്റെ അവിടെ ഒരു 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഷോൾഡർ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ റിഗാളിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. റിഗാൾ ഒരു 5 ഇഞ്ചോളം നമുക്ക് ഇറക്കെടുക്കുക റിഗാൾ വെട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 5 ഇഞ്ചിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക. റിഗാൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ചെസ്റ്റിൻ്റെ അളവ് 6 ഇഞ്ച് എടുത്തേക്കണം. 4 ഭാഗമാക്കിയതിൽ 6 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 24 ഇഞ്ച് മൊത്തത്തിൽ വരും. പിന്നെ ഒരു 5.5 ഇഞ്ച് എടുത്തേക്കണേ ഇടവണ്ണായിട്ട്. നമ്മൾ ആ റിഗാള് കർവ് ചെയ്ത് വരച്ചു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ കുറച്ച് ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ നിന്നിട്ട് താഴത്തേക്ക് വരച്ചിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ബേബി ഫ്രോക്കിൻ്റെ താഴത്തേക്കുള്ള ഭാഗം കട്ട് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് 2 മടക്കായ തുണീനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇതുമാതിരി ഇങ്ങനെ 2 മടക്കാക്കിയാൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ മറ്റേ ബേബി ഫ്രോക്കിൻ്റെ മുകളിലുള്ള ഭാഗം വെട്ടി താഴെ അളവെടുത്തിട്ടില്ലായിരുന്നു. ആ അളവിൽ ഇവിടെ കട്ട് അമ്മറുള്ള താഴത്തേക്കുള്ള ഫ്രോക്കിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. സെപ്പറേറ്റ് 2 പാർട്ടും സെപ്പറേറ്റ് വെച്ചിട്ട് ബാക്ക് കുറച്ച് ചെറുതായിട്ടും 2 ഇഞ്ച് ഇറക്കത്തിലും ഫ്രണ്ട് ഒരു 4.5 ഇഞ്ച് ഇറക്കത്തിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ എന്താ വെച്ചാൽ കഴുത്ത് വൈഡ് ഇറക്കമൊക്കെ കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഇതായി പോവും, മലച്ച് കിടക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ബാക്ക് സൈഡ് കുറച്ച് ഇറക്കം കുറച്ചിട്ടും ഫ്രണ്ട് സൈഡ് ഒരു 4.5 സാധാരണ ഒരു ഇറക്കത്തിലും എടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്ക് സൈഡ് നമ്മൾ ഓപ്പണും കൂടി വെക്കുന്നുണ്ട്. കുട്ടികളുടെ തലയിൽ കൂടെ കയറണമെങ്കിൽ ചെറിയൊരു ഓപ്പണും വേണ്ടി വരും. അപ്പോൾ അതിനെ ഓപ്പൺ വെച്ച് ഒരു കുടുക്കും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴുത്ത് വെട്ടാൻ പോകുന്നു കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യാനുള്ളത്. ഇനി ബാക്ക് നെക്ക് കുറച്ച് ഇറക്കം മതി. 2.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. നമുക്ക് തുമ്പൊക്കെ പിടിക്കുമ്പോൾ 2 ഇഞ്ചായി വരും കേട്ടോ. തുമ്പ് മേലെ ഷോൾഡർ പിടിക്കുമ്പോൾ ഇപ്പം ഫ്രണ്ടും ബാക്കും വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കഴുത്തടിച്ച് മറയ്ക്കാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഇതുപോലെ ഇങ്ങനൊരു ക്രോസാക്കി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ക്രോസ് പീസായി കിട്ടും കേട്ടോ. ഇങ്ങനെ സെൻറ്റർ
അങ്ങനെ വെച്ചിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യണ വിധമാണ് പറയാത്തവർക്കാണ് കേട്ടോ. അങ്ങനെ ക്രോസ് പീസിൽ കഴുത്ത് അടിച്ച് മറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിരിഞ്ഞ് വരില്ല കഴുത്ത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാക്ക് ഓപ്പൺ ചെയ്യുന്ന ഇതാട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് വെച്ച് ഇതുപോലെ ബാക്ക് പീസ് വെച്ചിട്ട് അതിങ്ങനെ ഇവിടെ വെക്കുക കേട്ടോ. ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക. സെൻറ്ററായിട്ട് അടിക്കുക കേട്ടോ. മറച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററായിട്ട് അടിച്ചു കൊടുക്കുക. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് വിട്ട് ഒന്നും കൂടി ഇപ്പുറത്തുകൂടി അടിച്ചു കൊടുക്കുക. സെൻറ്ററിട്ട് ഇതുമാതിരി കാണുന്നുണ്ട്. ഇതുമാതിരി അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ കട്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളത് അടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മറയ്ക്കണം. ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡും ഇതിലാക്കി ബാക്ക് സൈഡിലേക്ക് മറയ്ക്കാം. വരച്ച് നന്നായി വലിച്ച് ക്ലിയർ ആക്കി വയ്ക്കുക കേട്ടോ. ഇനി നമ്മളിത് മടക്കി രണ്ട് സൈഡും മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുമാതിരി മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. മേലെ കഴുത്തിൻ്റെ ഇവിടേക്ക് ബാലൻസ് വന്ന പീസ്. ഇനി രണ്ട് പീസും ബാക്കും ഫ്രണ്ടും കൂടി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഷോൾഡർ അപ്പോൾ നമ്മൾ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്യുകയാണ് കേട്ടോ. രണ്ട് ക്രോസ് പീസ് രണ്ട് കഷ്ണങ്ങളായിരുന്നു. അപ്പോൾ കഷ്ണങ്ങളല്ലെങ്കിൽ അങ്ങനെ തന്നെ മതി. രണ്ട് കഷ്ണങ്ങളായ കാരണം ജോയിൻറ്റ് ചെയ്യണം. ഇതുമാതിരി വെച്ചിട്ട് അങ്ങനെ ക്രോസായിട്ട് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുമാതിരി ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്താൽ അത് ക്ലിയർ ആയിട്ട് വരും. ക്രോസ് പീസ് ഇപ്പോൾ റെഡിയായി. ഇനി നമ്മളത് കഴുത്തിൽ വെച്ച് പിടിപ്പിക്കുക കേട്ടോ. ക്രോസ് പീസ് ഇതുമാതിരി ചുറ്റി ക്രോസ് പീസ് ഇങ്ങനെ വലിച്ച് അടിക്കരുത് കേട്ടോ. ഇങ്ങനെ മെല്ലെ മെല്ലെ ആ വട്ടത്തിന് ഇങ്ങനെ മെല്ലെ മെല്ലെ വെച്ച് കൊടുത്ത് ആ റൗണ്ടിലായിട്ട് അങ്ങനെ അടിക്കുക കേട്ടോ. ഇതുമാതിരി റൗണ്ടിൽ അപ്പോൾ ക്ലിയർ ആയിട്ട് വരും. അങ്ങനെ ചുറ്റുപാറും അടിക്കുക. അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന കഴുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ കുറച്ച് തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ മടക്കി ഇങ്ങോട്ടേക്ക് അടി ബാക്കോട്ട് ഇതുപോലെ മടക്കി ക്രോസ് പീസ് അടിക്കും. അപ്പം നമ്മൾ കഴുത്ത് ഇതുപോലെ മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്രോസ് പീസ് വെച്ച് ഇവിടെ നിന്ന് മറച്ചിട്ട് കണ്ടോ. മൊത്തത്തിൽ ഇങ്ങനെ മറച്ചിട്ട് ക്ലിയർ ആയിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ പീസും എല്ലാം അടിച്ച് കഴിഞ്ഞു. നമുക്ക് ജോയിൻറ്റ് ചെയ്യും. ഇനി നമ്മൾ താഴെയുള്ള പീസ് അറ്റാച്ച് ചെയ്യാൻ പോകും. വെട്ടത്തുമ്പിലേക്ക് മേൽഭാഗത്തേക്ക് അടിഭാഗത്തായിട്ട് രണ്ടും ചേർത്ത് വയ്ക്കും. അപ്പം നമ്മൾ താഴത്തെ രണ്ട് ഭാഗത്തും താഴെയുള്ള പീസ് ക്രോസ് അംബ്രല്ല കട്ട് ചെയ്ത പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെക്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് അടിച്ച പോലെ നമുക്ക് ഷോൾഡറും അതേപോലെ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും. ഇനി നമ്മളിത് സൈഡ് കൂട്ടാൻ പോവുകയാണ് കേട്ടോ. രണ്ട് സൈഡും ഈ തറ്റം വരെ കൂട്ടാൻ പോവുകയാണ്. നമ്മുടെ വണ്ണത്തിനനുസരിച്ച് കുട്ടികളെ വണ്ണത്തിനനുസരിച്ച് എടുത്തിട്ട് ഷോൾഡർ അവിടെ നിന്ന് അടിക്കട്ടെ. നമ്മളിതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് മടക്കി അടിക്കാൻ പോവുകയാണ് കേട്ടോ. അതുമാതിരി മുഴുവനായിട്ട് അടിക്കും.
അപ്പം നമ്മളുടെ അംബ്രല കട്ടിങ് ഫ്രോക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉക്ക് വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉക്ക് വെക്കാം. വെക്കാൻ അറിയില്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ വെക്കുന്നത് കാണിക്കുക. ലെങ്ത്ത് ഒരുപാട് കൂടുതലായ കാരണമാണ്, വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായ കാരണമാണ് ഇത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ അംബ്രല കട്ട് ചെയ്ത് ചെറിയ കുട്ടികൾക്കെല്ലാം ഫ്രോക്ക് അടിക്കാം.